നാടുകാണി തൃക്കാര്യൂർ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 3 ഗ്രാമപഞ്ചായത്തുകളെയും കോതമംഗലം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന റോഡ് 5.5 മീറ്റർ വീതിയോടെയാണ് നവീകരിക്കുന്നത്. ആധുനിക നിലവാരത്തിൽ വീതി കൂട്ടിയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികൾ നേരിട്ടെത്തി വിലയിരുത്തി. കവളങ്ങാട്, കീരമ്പാറ, നെല്ലിക്കുഴി പഞ്ചായത്തുകളെയും കോതമംഗലം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന നാടുകാണി തൃക്കാര്യൂർ റോഡ് 5 കോടി രൂപ ചെലവഴിച്ചാണ് വീതി കൂട്ടി നിർമ്മിക്കുന്നത്. നിലവിൽ 3.5 മീറ്റർ വീതിയുള്ള ഈ റോഡ് നാട്ടുകാരായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നവീകരണം കഴിയുമ്പോൾ 5.5 മീറ്റർ വീതിയാകും. ആവശ്യമായ ഇടങ്ങളിൽ കൽവേട്ടുകൾ, വൈഡനിങ്, സംരക്ഷണ ഭിത്തികൾ, ഡ്രെയിനേജ്, ഐറിഷ് സംവിധാനങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കൽ, റിഫ്ലക്ടറുകൾ, സ്റ്റഡ്, സൈൻ ബോർഡുകൾ, സീബ്ര ലൈനുകൾ, റോഡ് മാർക്കിംഗ് അടക്കമുള്ള പ്രവർത്തികളും ഉൾക്കൊള്ളിച്ചാണ് BMBC നിലവാരത്തിൽ റോഡിന്റെ നവീകരണം. ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ നേരിട്ടെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. MLAയോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് NP ഗോപി, പഞ്ചായത്ത് മെമ്പർ VC ചാക്കോ, ലിറ്റിൽ ഫ്ലവർ കർമ്മലിത്ത കോൺവെന്റിലെ സിസ്റ്റർ ലിസീന, സിസ്റ്റർ ക്രിസ്റ്റീൻ, സിസ്റ്റർ പ്രശാന്ത, ജോബാച്ചൻ കുന്നക്കൽ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൻഡ്രൂ ഫെർണാണ്ടസ് ടോം, കോൺട്രാക്ടർ ലിജു പോൾ എന്നിവരുമുണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. പലപ്പോഴും അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്കും നിയമ പോരാട്ടങ്ങളിലേക്കും കോടതി വ്യവഹാരങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു അനുഭവം നമ്മുടെ നാടിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് ഇവിടെ ഇതിനൊരു വലിയ വർക്ക്, ഒരു 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ വർക്ക്, ആധുനിക നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. അപ്പോൾ ഇതിനോട് സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ നമ്മളോട് സഹകരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത് തൃക്കാരൂർ നാടുകാണി റോഡ് എന്നുള്ള നിലയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോതമംഗലം പെരുമുഖത്ത് റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അടക്കമുള്ള ആളുകൾ, വിശ്വാസികൾ പോകാൻ കഴിയുന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് കോടതി പരിസരത്തും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുമൊക്കെ ഇരിക്കുന്ന ആ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് പല ഘട്ടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വെള്ളക്കെട്ടിന് കൂടി പരിഹാരമാകുന്ന നിലയിലാണ് റോഡിന്റെ നവീകരണം. Media 60 News, കോതമംഗലം.